സംഭവം നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്താണ് ഞാൻ ഈ കർപ്പൂരം കത്തിച്ചൊക്കെ പരിപാടി തുടങ്ങി ഇത്രയും നാളായിട്ട് ഇതുവരെ കർപ്പൂരം കത്തിച്ചൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. കഥയുണ്ട്. കാരണം ഞാൻ കരുനാഗപ്പള്ളി തഴവ എൻ്റെ നാട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കർപ്പൂരം മാനുഫാക്ചർ ചെയ്യുന്നൊരു യൂണിറ്റ് കണ്ടു. എന്നാൽ പിന്നെ ആ കർപ്പൂരം ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇതെങ്ങനെയാണ് പാക്ക് ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തുന്നതെന്ന് അറിയാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. എന്തായാലും തുടങ്ങിയതല്ലേ, ഐശ്വര്യമായിട്ട് തുടങ്ങാം. അപ്പോൾ കർപ്പൂര യൂണിറ്റിലേക്ക് ഇറക്കാം. അപ്പോൾ നമസ്കാരം. നമസ്കാരം. ഇതാണ് മിസ്റ്റർ രാജു, ഇദ്ദേഹത്തിൻ്റെ യൂണിറ്റാണ് ഇത് നമ്മുടെ യൂണിറ്റിൻ്റെ പേരായിട്ട് എന്ത് വരുന്നു? സുവർണരേഖ എന്നാണ്. സുവർണരേഖ എന്ന് കേട്ടപ്പോൾ അഗർബത്തി, ചന്ദനവും ഉണ്ട്, ചന്ദനത്തിരിയുണ്ട്, കർപ്പൂരമുണ്ട്. ഇതാണ് രണ്ട് സുഗന്ധ ഐറ്റംസ്. നമ്മുടെ വീടുകളിൽ നിത്യം നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഈ പേരിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇത് എവിടെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കറിയത്തില്ല. ഈ കർപ്പൂരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുവർണരേഖ തുടങ്ങിയെടുത്ത 88-ൽ തുടങ്ങിയതാണ്. അത്രയും വർഷങ്ങളുടെ ഒരു പാരമ്പര്യമുണ്ട്. ഇത്രയും വർഷമായിട്ട് ഇവിടെ സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ഐശ്വര്യമുള്ള പല കാര്യങ്ങൾ പല സമയത്തും നമ്മളെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കർപ്പൂരം പൂജ ചന്ദനത്തിൽ, അല്ലേ? ഇതൊരു ബിസിനസ് എന്ന് പറഞ്ഞ രീതിയിൽ നല്ല സക്സസ് ആണോ? അത് കുഴപ്പമില്ല. നമ്മള് കുറച്ച് ആൾക്കാർ ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ. എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്? 7 പേര് ഇവിടെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വീടും അടുത്ത് തന്നെയാണ്, യൂണിറ്റും അടുത്ത് തന്നെ. ശരി. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ കർപ്പൂരം എങ്ങനെയാ ശരിക്കും ഇത് കർപ്പൂരത്തിന്റെ ഒരു മാനുഫാക്ചറിന്റെ പൗഡർ നമുക്ക് ഹൈദരാബാദിൽ നിന്ന് വരുവാണ്. അത് 2-3 സൈസ് പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ മെഷീനകത്തിട്ട് അടിച്ച് ഇതിനകത്ത് എണ്ണയൊക്കെ ചേർക്കണം. ചെറുപ്പ് എണ്ണയൊക്കെ ചേർത്ത് മെഷീനകത്തിട്ട് അടിച്ച് നമ്മൾ പാക്ക് ചെയ്താണ് കടകളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് നമ്മളൊരു വില ഇട്ട് കൊടുക്കുന്നു, അവരതിന്റെ ലാഭം കഴിഞ്ഞിട്ട് അത് വയ്ക്കുന്നു. നമ്മൾ ഏകദേശം എല്ലായിടത്തും നമ്മൾ ഡെലിവറി ചെയ്യണോ? നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ സൂപ്പർ മാർക്കറ്റുകൾ, ചെറിയ കടകൾ എല്ലായിടത്തും ഉണ്ട്. അതെ. പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെയാണ് ഇത് കൂടുതൽ ആവശ്യം. ക്ഷേത്രങ്ങളിൽ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നുണ്ട്, ബൾക്കായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഉത്സവ സീസണൊക്കെ ആണല്ലോ, കച്ചവടം കൂടുതൽ നടക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. കച്ചവടം പൊതുവെ അല്പം കുറവുള്ള ഒരു സമയമാണ് ഉത്സവ സമയത്ത്. ഉത്സവമൊക്കെ ആണെങ്കിലും മറ്റു വർഷങ്ങളിലെ കൂട്ടുള്ള ഒരു കച്ചവടം ഇപ്പൊ ഇല്ല. അധികാരം കർപ്പൂരം ഒന്നും കത്തിക്കുന്നില്ല, പരിപാടികളൊന്നും കാര്യമായിട്ട് പോകുന്നില്ലേ? അങ്ങനെ കുഴപ്പമില്ല, പോകുന്നുണ്ട്. എങ്കിലും മറ്റ് മുൻ വർഷങ്ങൾ വെച്ച് നോക്കുമ്പോൾ പൊതുവെ ഒരു മോശമുണ്ട്. അപ്പൊ നമുക്ക് ഈ കർപ്പൂരം എങ്ങനെയാണ് ഉണ്ടായി വരുന്നതെന്ന് നമുക്ക് കണ്ടുകൂടെ, അല്ലേ? ഇതിനകത്ത് കുറച്ച് പച്ചക്കർപ്പൂരം ചേരുന്നുണ്ട്. കർപ്പൂരവും പച്ചക്കർപ്പൂരോട് ചേർത്താണ് നമ്മൾ ഇത് അടിക്കുന്നത്. അപ്പൊ ഇത് പാക്കിങ് കണ്ടോണ്ട് നമുക്ക് അകത്തോട്ട് കയറാം, അല്ലേ? ആദ്യം പാക്കിങ്. പല സൈസ് കർപ്പൂര പൊടികളുണ്ട്. ഈ എണ്ണ കൃത്യമായിട്ടാണ് ഇടുന്നത്. അത് ഇടയ്ക്ക് ഒരെണ്ണം കുറയ്ക്കുമോ? ഒരു പാക്കറ്റിനകത്ത് ഇതിപ്പോ എത്ര രൂപയ്ക്കാണ്? 10 രൂപ. 10 രൂപയുടെ 10-15 അല്ലി വരും. നമ്മുടെ വീടുകളിൽ എവിടെയാലും വാങ്ങിച്ച് ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഈ പാക്കിങ്ങിന്റെ സൈഡിലേക്ക് എത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഗുരുദേവിന്റെ അടുത്ത ആളാണല്ലേ ശ്രീ രവിശങ്കർ. അങ്ങനെ ഇച്ചിരി ആത്മീയതയൊക്കെ വേണം. ഇതാണ് കർപ്പൂരത്തിന്റെ മെഷീനൊക്കെ. മെഷീൻ അപ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഇത് ഇത് പല അളവാണല്ലേ? ഇത് ഇച്ചിരി വലുതാന്ന് തോന്നുന്നു. അത് ഓണാക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ വരുന്നത്. അത് പറഞ്ഞോ, ഓണാക്കിയിട്ട് പറഞ്ഞു. ഇതിപ്പോ ഇതുപോലെ തന്നെയല്ലേ അപ്പുറത്തും പ്രവർത്തിക്കുന്നത്? പല അച്ചാണല്ലേ? ഗണേഷ് പൂജ ഈ പാക്കറ്റിലാണ് ഇത് നമ്മൾ കടകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കരുനാഗപ്പള്ളി ഏരിയയാണ് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പല പ്രദേശങ്ങൾ. അപ്പൊ ഗണേഷ് പൂജ എന്ന് പറഞ്ഞുള്ള കർപ്പൂരം നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കണം, ഇത് ഇവിടെ നിന്ന് സുവർണരേഖയിൽ നിന്ന് വരുന്നതാണെന്ന്. കർപ്പൂരം ഗണേഷ് പൂജ. കർപ്പൂരവും ഇങ്ങനത്തെ ടിന്നും ഉണ്ടല്ലേ? പല രീതിയിലുണ്ട്. ഓം നമഃ ശിവായ. ഇത് ചെറിയ ടിന്നിലുണ്ട്. ചെറിയ ടിൻ ആവശ്യമുണ്ട്. ചെറിയ ടിൻ കപ്സൂരാതി ഗുളിയാന്ന് വിചാരിച്ചിട്ട് വായിട്ട് കളയരുത്. കർപ്പൂരമാണ്. ഗണേഷ് പൂജ. ഓക്കെ, ഗണേഷ് പൂജ ശുദ്ധ കർപ്പൂരം. അപ്പോൾ പല പാക്കറ്റിൽ നമുക്ക് ഈ സാധനങ്ങൾ ലഭ്യമാണ്. ചന്ദനത്തിരി ഉണ്ട്. ചന്ദനത്തിരി എങ്ങനെ ഉണ്ടാകും? ഇന്ന് ചന്ദനത്തിരിയുടെ പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കർപ്പൂരത്തിൻ്റെ പ്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചന്ദനത്തിരിയുടെ പ്രൊഡക്ഷൻ ഉള്ളത് നമുക്കത് വന്നെടുക്കാം.
സ്ത്രീജനങ്ങളെല്ലാം തൊഴിൽ വ്യാപൃതരാണ്. അതൊക്കെ അടുക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. എണ്ണ ഒന്നും നേരത്തെ ചോദിച്ച പോലെ തെറ്റത്തില്ലല്ലോ അല്ലേ? എണ്ണ ഒന്നും തെറ്റത്തില്ലല്ലോ അല്ലേ? ശരി ശരി ശരി. അപ്പൊ ഈ മെഷീനിലാണ് കർപ്പൂരം അടിച്ചെടുക്കുന്നത് അല്ലേ? കർപ്പൂരം ഇത് ചെറിയ കർപ്പൂരമാണ്. കർപ്പൂരം ഇങ്ങനെ അടിച്ചടിച്ച് കിട്ടുന്നു. ഇത് അതിന്റെ പൗഡറാണ് അല്ലേ? ഈ പൗഡർ എങ്ങനെ നിങ്ങൾക്ക് സീക്രട്ട് ഒന്നും ഇല്ലല്ലോ? അല്ല, ഇതിനകത്ത് ഒന്നും മറ്റ് പ്രത്യേകതൊന്നുമില്ല. ഇതിപ്പോ നമ്മള് പൗഡർ പല സൈസ് പൗഡർ ഉണ്ട്. ക്വാളിറ്റി ഉള്ള പൗഡറും ക്വാളിറ്റി ആയിട്ട് പൗഡറും ഉണ്ട്. നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പൗഡറും അതിനകത്ത് ഒരു 10% പച്ചക്കർപ്പൂരത്തിന് ഒരു ഗ്രെയിൻ ഉണ്ട്. അതും ചേർത്ത് നമ്മൾ ചെയ്യുന്നത്. ഈ സ്മെല്ല് വരുന്ന സ്മെല്ല് അതിനെ ഓൾറെഡി ഉള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചാട് ചെയ്യേണ്ട കാര്യമില്ല. ഇവരൊക്കെ ശുഷ്കാന്തിയോടുകൂടി ജോലി ചെയ്യുന്നവരാണ്. കാരണം ആണെന്ന് മനസ്സിലായി. കാരണം അത് നമ്മൾ ചോദിക്കുന്നൊന്നും അറിയുന്ന പോലില്ല. എണ്ണം തെറ്റെന്ന് വിചാരിച്ച് ശ്രദ്ധിക്കുന്ന പോലില്ല. കൃത്യമായിട്ട് ജോലി ചെയ്തോണ്ടിരിക്കുക. പൗഡറിനെ നമ്മൾ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരുമാതിരി പൗഡർ പ്രസ് ചെയ്ത് കട്ടിയാക്കി എടുക്കുകയാണ് അല്ലേ? അച്ഛനകത്ത് വെച്ചിട്ട് അത് പ്രസ്സാക്കിയിട്ട് പീസ് പീസായിട്ട് വരികയാണ്. ഇതിന്റെ തന്നെ പല അളവാണ്. ഇതിപ്പോ ചെറിയ ടൈപ്പാണ്. ഇത് എന്ത് വെയിറ്റ് വരും ഒരെണ്ണത്തിന്? രണ്ടെണ്ണം 1 ഗ്രാം വരും. 2 എണ്ണം 1 ഗ്രാം. അത്രയേ ഉള്ളൂ. പിന്നെ ഒരെണ്ണം 1 ഗ്രാം ഉള്ള അത്രയും വലിപ്പമുള്ളതും ഉണ്ടാവും. അപ്പൊ സുവർണരേഖയില് നമ്മുടെ കർപ്പൂരത്തിന്റെ പേര് ഗണേഷ് പൂജ. കർപ്പൂരം. ഈ കർപ്പൂരത്തിന്റെ ഇവിടെ നിൽക്കുമ്പോഴെല്ലാം ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ തന്നെ നല്ല ഒരു മണമാണ് കർപ്പൂരത്തിന്റെ ഒരു മണം. മാത്രമല്ല ഇത് കത്തിച്ചപ്പോൾ നമ്മളുണ്ടല്ലോ നല്ലവണ്ണം കത്തുകയും നല്ല വണ്ണം അത് പകരുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഗന്ധവും പ്രകാശവും. അപ്പോൾ ഗണേഷ് പൂജ കർപ്പൂരം ഇങ്ങനെയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ചന്ദനത്തിരി ഉണ്ട്. ചന്ദനത്തിരി ശരിയാക്കുന്ന ദിവസം നമ്മൾ വന്ന് അതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ മിസ്റ്റർ രാജു എല്ലാ ആശംസകളും. നമ്മൾ കർപ്പൂരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുവന്നു. കർപ്പൂരത്തിന് നമ്മൾ വെറുതെ ഇങ്ങനെ ഇത് ഞാനൊന്ന് എടുക്കാന്ന് കുഴപ്പമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എടുത്തേ പറ്റത്തുള്ളൂ. ഞാൻ എടുക്കും. കർപ്പൂരം നമ്മളിങ്ങനെ വാങ്ങിക്കുന്നു, കത്തിക്കുന്നു. പക്ഷേ ഇതെങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നില്ലല്ലോ. കണ്ടോ? ഇതാണ് കർപ്പൂരം. ഇത് ഇപ്പോൾ ചെറിയ സൈസാണ്. വലിയ സൈസ് വേറെ ഉണ്ട്. ചെറിയ പാക്കറ്റ്, വലിയ പാക്കറ്റ്, മറ്റേ വഴിവെക്കൽ ചെറിയ പാക്കറ്റ് 5 രൂപ, വലിയ പാക്കറ്റ് 10 രൂപ എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ പാക്കറ്റ്, വലിയ പാക്കറ്റ്, വലിയ ഡപ്പി, അങ്ങനെ പല സംവിധാനത്തിൽ ഇതുണ്ട്. ഗണേഷ് പൂജ ആർക്കും വാങ്ങിച്ച് ഉപയോഗിക്കാം. നല്ല കർപ്പൂരമാണ്. അപ്പോൾ സന്തോഷം. കാണട്ടെ. അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ നമുക്കിനിയും കാണാം. നിങ്ങൾ ഈ കർപ്പൂരം ഇത് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അതും എൻ്റെ അറിവിലേക്ക് വയ്ക്കാം. താങ്ക് യു. നമുക്ക് നാളെ കാണാം.